നമസ്കാരം. ഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. മഹാഭാഗ്യം ചാനലിലേക്ക് സ്വാഗതം. ഭാഗ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഭാഗ്യം കിട്ടുമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. സ്വയം പുകഴ്ത്തുന്നത് ശരിയല്ല. ഓക്കെ, അതൊക്കെ അറിയാം, മര്യാദകേടാണ്. പക്ഷേ ഞാനിത് പറയാതെ നിങ്ങളെങ്ങനെ അത് മനസ്സിലാക്കും? അതുകൊണ്ടാണ് ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഞങ്ങളുടെ ചാനൽ ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു 2 മാസത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഭാഗ്യ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ലോട്ടറി അടിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പണം മാത്രമല്ല, സൗഭാഗ്യത്തിന് നിരവധി രൂപങ്ങളുണ്ട്, മാനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുമെന്ന് തന്നെ ഞാൻ പറയുന്നു. എനിക്ക് 64 വയസ്സുണ്ട്. 60 വയസ്സിന് ശേഷമാണ് നമ്മളിതൊക്കെ ഓപ്പണായിട്ട് പറയുന്നത്, ക്രാഷ് ലാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എത്ര വർഷം ജീവിക്കുന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനി ഉള്ള കാലം ഇപ്പോൾ നമുക്ക് കുറേ ആൾക്കാർക്കൊക്കെ സൗഭാഗ്യം കൊടുക്കുക, ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നന്മയുള്ള പ്രവർത്തികൾ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഭാഗ്യം ചാനൽ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മരണവും ഭാഗ്യവും എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓക്കെ, മരണം തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നമുക്കെല്ലാവർക്കും നിർഭാഗ്യം ഉള്ള സമയത്തായിരിക്കും നല്ലൊരു വ്യക്തി നമ്മളെ പിരിഞ്ഞു പോകുന്നത്. ഒരു സംശയവും വേണ്ട, നിർഭാഗ്യമാണ്. പക്ഷേ മരണം തന്നെ പല രീതിയിലുണ്ട്. ആൾക്കാർ, ഇപ്പോൾ എൻ്റെ ശത്രുക്കൾ മരിച്ചാൽ പോലും എനിക്ക് സങ്കടമുണ്ട്. ഓക്കെ, അതേസമയം ചിലരൊക്കെ മരിക്കും, ജനങ്ങൾ ആഹ്ലാദിച്ച് തിമിർക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഹിറ്റ്ലറിനെ അറിയാമല്ലോ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് ചുമ്മാ അടിയുണ്ടാക്കി ഒരുപാട് പേരെ കൊല വിളിച്ച് അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുമ്പോൾ ജനങ്ങൾ അത്യാഹ്ലാദപൂർവം ആ മരണം കൊണ്ടാടുകയാണ്, ആഘോഷിക്കുകയാണ്. ഹിറ്റ്ലർ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ സ്വേച്ഛാധിപതി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരവും പട്ടാളവും പോലീസും എല്ലാം ഉണ്ട്. ഓക്കെ, അങ്ങനെ അധികാരം കിട്ടിയപ്പോൾ ശരിയായ സ്വഭാവങ്ങൾ ശരിക്കും പറഞ്ഞു വരുമ്പോൾ തമാശയാണ്. അതായത് ഇയാൾ അധികാരത്തിലേറുമ്പോൾ വളരെയധികം പോപ്പുലാരിറ്റി ഉള്ള ഒരാളായിരുന്നു. ഓക്കെ, ടൈം മാഗസിനോ മറ്റോ ഒക്കെ മാൻ ഓഫ് ദി ഇയറൊക്കെ കിട്ടിയ ആളാണ് ഈ ഹിറ്റ്ലർ. പക്ഷേ അധികാരം കൈ കിട്ടിയപ്പോഴത്തേക്ക് അയാൾ അതങ്ങ് സമ്പൂർണ്ണമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി അയാൾ രാജ്യങ്ങളെ കീഴടക്കുക, ആക്രമിക്കുക, കൊല്ലുക, ഇതെല്ലാം ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും പരമാവധി പാപം, കൊടും പാപങ്ങൾ ചെയ്ത് കൂട്ടി അവസാനം ഏതെങ്കിലും കോടതിയൊന്നുമല്ല അയാളെ ശിക്ഷ വിധിച്ചത്, മറിച്ച് ജനകോടികൾ, ജനലക്ഷങ്ങളല്ല ജനകോടികൾ അയാളുടെ കൊട്ടാരത്തിന് ചുറ്റും വളഞ്ഞു. പട്ടാളവും പോലീസും ഒക്കെ അവിടെ നിൽക്കുക. കാര്യം അവരുടെ കയ്യിലെല്ലാം കൂടെ ചേർന്ന് 2-3 ലക്ഷം വെടിയുണ്ടേ ഉള്ളൂ. വന്നേക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് കൊട്ടാരം വളഞ്ഞത്. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും രാജ്യം അവരുടെ ആയുധമൊക്കെ വെച്ച് ജർമ്മനിയെ കീഴടക്കിയൊന്നുമല്ല, മറിച്ച് ജനകോടികൾ, ജനശക്തി, അതിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ തോക്കേണ്ടി വന്നു. ജനങ്ങൾ ചുറ്റിനും വളഞ്ഞപ്പോൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ആ മരണം ജനങ്ങൾ, ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ആഘോഷിച്ചു ആ മരണം.
അങ്ങനെയുണ്ട് സംഭവം. പിന്നെ നമ്മുടെ ലോക്കൽ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഇപ്പോൾ കഴിഞ്ഞൊരു 4-5 മാസത്തിന് മുമ്പ് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് മരണപ്പെട്ടു. സ്ത്രീയാണ്, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. ഞങ്ങളെല്ലാവർക്കും സങ്കടം മാത്രമല്ല, ഞെട്ടൽ വന്ന അതിൻ്റെ ഒരു എന്താ പറയുക, പെട്ടെന്നുള്ള മരണമായിരുന്നു. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് അവർ മരിച്ചത്. ഓക്കെ, അത് ഞങ്ങൾക്കൊക്കെ നിർഭാഗ്യം തന്നെയാണ്. ഞങ്ങൾ നിർഭാഗ്യം കൊണ്ട് ആ സ്ത്രീ മരണപ്പെട്ടു. ഉറങ്ങിക്കിടക്കുമ്പോൾ മരിച്ചു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മരണം സൗഭാഗ്യം തന്നെയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ മരിക്കുക ഏതാണ്ട് വലിയൊരു ശതമാനം ആൾക്കാരുടെയും ആഗ്രഹമാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങ് പോണേ, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം കട്ടിലേ കിടന്ന് നരകിച്ച് മരിക്കരുത് എന്നൊക്കെയാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന. എല്ലാവർക്കും അത് സംഭവിക്കാറില്ല. അപ്പോൾ ഇവർ മരിച്ചത് അത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അതായത് നാരായണീയമൊക്കെ അവർക്ക് കാണാപ്പാടമാണ്. എത്രയോ തവണ അത് പകർത്തി എഴുതി ഗുരുവായൂർ കൊണ്ട് സമർപ്പിച്ചിരിക്കുന്നു. ഏതാണ്ട് നല്ലൊരു ശതമാനം, 100% അവർ ഒരു തികഞ്ഞ പരമഭക്തയായിരുന്നു. അവർ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ നമ്മുടെ ശ്രീ രവിശങ്കർജിയുടെ ഫോളോവറായിരുന്നു. അതിൻ്റെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ പ്രവർത്തകയൊക്കെ ആയിരുന്നു. അവർ ഇപ്പം നമുക്ക് കൃഷി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത് അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. അതായത് ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് മരണത്തിലേക്ക് നടന്നെടുക്കുക. അങ്ങനെ സൽപ്രവൃത്തികൾ മാത്രം ചെയ്ത ആൾക്കാർക്ക് ഇതുപോലുള്ള മരണം, അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ മരണം. ശ്രീ ജയപ്രകാശ് നാരായണൻ, ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാവ്, മരിക്കുന്നത് ഇതുപോലെ ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരുന്നു. ഓക്കെ, അതുപോലെ ഈ പറഞ്ഞ സ്ത്രീ ദ്വാരകയിലോ മറ്റോ പോയി കൃഷ്ണനെ തൊഴുതു, ലോഡ്ജ് വന്ന് കിടന്നുറങ്ങി. രാവിലെ ആയപ്പോൾ വിളിച്ചപ്പോൾ ഉണരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മരണം ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു മരിക്കുന്നു. അതും പെട്ടെന്നുള്ള ഒരു മരണമായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, അവർ ഭയങ്കര കൊടിയ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഓക്കെ, എന്നിട്ടും ജവഹർലാൽ നെഹ്റു മരിക്കുമ്പോൾ എൻ്റെ അമ്മയും ഉൾപ്പെടെ കരയുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് 1 വയസ്സ്, ഞാൻ ജനിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പേ ജവഹർലാൽ നെഹ്റു മരിച്ചു. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. അതുപോലുള്ള മരണങ്ങൾ നമ്മളെല്ലാവരെയും അതീവ ദുഃഖത്തിലാഴ്ത്തും. ശ്രീമതി ഇന്ദിരാഗാന്ധി പെട്ടെന്ന് വെടിയേറ്റ് മരിക്കുന്നു. ഓക്കെ, അപ്പോൾ ശ്രീ രാജീവ് ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കുന്നു. ഓക്കെ, ആ തെരഞ്ഞെടുപ്പിൽ ശ്രീ രാജീവ് ഗാന്ധിക്ക് ജവഹർലാൽ നെഹ്റുവിന് കിട്ടുന്നതിനേക്കാൾ പോപ്പുലാരിറ്റി, ജനപിന്തുണ കിട്ടി. അതായത് ജവഹർലാൽ നെഹ്റു നേതാവായിരുന്നപ്പോൾ കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണത്തേക്കാൾ വളരെയധികം സീറ്റുകൾ
ലോക്സഭയിൽ രാജീവ് ഗാന്ധിക്ക് നേടിയെടുക്കാൻ പറ്റി. അപ്പോൾ അത് ഈ പറഞ്ഞ ആ മരണമുണ്ടാക്കിയ നടുക്കം ആൾക്കാരെ രാജീവ് ഗാന്ധിക്ക് പരമാവധി പിന്തുണ നൽകാൻ പ്രേരിപ്പിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള മരണങ്ങൾ പറഞ്ഞു വരുമ്പോൾ ഇന്ദിരാഗാന്ധി മരിക്കുന്നു, രാജീവ് ഗാന്ധിക്ക് അധികാരം കിട്ടുന്നു. ഓക്കെ, ആ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് നിലനിർത്താൻ പറ്റിയില്ല, അത് വേറെ കാര്യം. എന്നാൽ തന്നെ സംഭവം അവിടെ ഒരാളുടെ മരണം മറ്റൊരാൾക്ക് സൗഭാഗ്യം കൊണ്ടുവരികയാണ്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഇതാണ്, മരണം പല രീതിയിലുണ്ട്. അത് പലർക്കും ഒരുപക്ഷെ പെട്ടെന്ന് മരിക്കുന്നവർക്ക്, എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു ബന്ധു മരണം കാത്ത് കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർ ഇത് എന്താ പറയുക, കിടക്കയിൽ കിടക്കേണ്ടി വരുന്നു. അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നിർഭാഗ്യമാണ്. അപ്പോൾ അവരുടെ മരണം തീർച്ചയായിട്ടും അവർക്ക് ഈ പറഞ്ഞ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ഈ കഷ്ടപ്പെടാതെ മരിക്കാൻ പറ്റട്ടെ എന്നാണ് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ മരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കഷ്ടപ്പെടുത്തല്ലേ. കാരണം അവർക്ക് ഈ വളരെയധികം വയസ്സായി, ഇനി രോഗത്തിൽ നിന്ന് ആവാനൊന്നും പറ്റില്ല. അപ്പോൾ ഇനി പിന്നെ ദയാവധം എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്, അതിലൊക്കെ ഒന്നും ഞാൻ കടക്കുന്നില്ല. എനിവേ, അപ്പോൾ സംഭവം ഇതാണ്, മരണം പല രീതിയിലുണ്ട്. അത് ചിലർക്ക് നിർഭാഗ്യവും ചിലർക്ക് ഭാഗ്യവുമായിട്ടും വരാറുണ്ട്. എന്തായാലും ഇപ്പോൾ 12 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് മാത്രം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.